ഹായ്. എൻ്റെ പേര് ജേക്കബ് ചാവണിക്കാമണ്ണിൽ എബ്രഹാം. ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഒരപ്പച്ചൻ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കും. പഴയ കാലമായിട്ട് മനോരമയുടെ ഒരു ഏജൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളൊക്കെ ഉണ്ണി അപ്പച്ചൻ എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഇട്ടിയവര. അദ്ദേഹം കറുകച്ചാൽ, എനിക്കിപ്പം 62 വയസ്സുണ്ട്. അപ്പം അദ്ദേഹം 62, അതിനൊക്കെ ഒരു 10, 15, 20, 25 വർഷമെങ്കിലും മുമ്പ് ഈ മനോരമയുടെ ഏജൻസി അദ്ദേഹത്തിനുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ തന്നെ അപ്പച്ചനാണ് അവിടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു സൈക്കിളുണ്ട്. സൈക്കിളുമായിട്ട് അതിരാവിലെ കറുകച്ചാലിൽ ചെന്നപ്പം കോട്ടയത്തു നിന്ന് മനോരമയുടെ പേപ്പറൊക്കെ വരുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ കാലത്തുള്ള ബസ്സുകളൊക്കെ അതിരാവിലെ വരുന്ന ബസ്സിനൊക്കെ ആയിരിക്കും കറുകച്ചാലിൽ കൊണ്ട് പേപ്പർ കൊടുക്കുന്നത്. അവിടുന്ന് ഏജൻസ് എന്ന് പറഞ്ഞാൽ അധികം ആളുകളൊന്നുമില്ല. അപ്പച്ചനാണ് ആ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന അപ്പച്ചനായിരുന്നു. ഈവൻ കൂത്രപ്പള്ളി, കറുകച്ചാൽ, ചേലക്കൊമ്പ്, മല്ലപ്പള്ളി, പുന്നവേലി, നൂറോമാവ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം അപ്പച്ചനായിരുന്നു പേപ്പർ കൊണ്ടുവരുന്നത്. അപ്പച്ചൻ ഏജൻ്റ് ആയിരുന്നുവെങ്കിലും അപ്പച്ചൻ തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. വളരെ അധ്വാനിയായിട്ടുള്ളൊരു മനുഷ്യൻ. അതിരാവിലെ 3 മണിക്കൊക്കെ പേപ്പർ കളക്ട് ചെയ്യണമെങ്കിൽ എത്ര മണിക്ക് എഴുന്നേറ്റ് അവിടെ ചെല്ലണമെന്നറിയാം. അത് മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും, മഞ്ഞ് പിന്നെ നാട്ടിലധികം ഇല്ല, മഴയാണെങ്കിലും അത് ചെന്നാലേ അത് കളക്ട് ചെയ്താൽ മാത്രമല്ല വീടുകളിലെല്ലാം എത്തിക്കാനൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏകദേശം രാവിലെ 8 മണിയാകുമ്പോഴായിരുന്നു അപ്പച്ചൻ, ചേലക്കൊമ്പ് സൈഡിലൊക്കെ 8 മണിയാകുമ്പോഴായിരുന്നു അപ്പച്ചൻ പേപ്പറുമായിട്ട് വരുന്നത്. ഞാനെപ്പോഴും കണ്ടിട്ടുള്ള അപ്പച്ചനെ ആ സൈക്കിളിലാണ് കണ്ടിട്ടുള്ളത്. അത് ഞാൻ മറ്റു പലരുമായിട്ട് ഞാൻ പ്രായമൊക്കെ ആയതിനു ശേഷം മറ്റു പലരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അദ്ദേഹം ഒരു പേപ്പർ മാത്രമേ ഉള്ളെങ്കിൽ കൂത്രപ്പള്ളി വരെ കൊടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും ഹാർഡ്ഷിപ്പും ഒക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കുന്ന രീതിയില്ല. കാരണം ഇപ്പോഴത്തെ സമയത്ത് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ മൊബൈലിലൊക്കെ അതിരാവിലെ തന്നെ വാർത്തകളിൽ അപ്പോൾ അറിയുന്നു. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ വാർത്തകൾ അറിയണമെങ്കിൽ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, പേപ്പർ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന ചില ഇൻസിഡൻസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ അകത്ത് ഒരു ഫാൻറ്റം എന്നും പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ അകത്ത് ചില പ്രത്യേക തുടർ കഥകൾ വരും. സൺഡേ ഒക്കെ മാൻഡ്രേക്ക് ഡെയിലി ഉണ്ട്, ഫാൻറ്റമാണ് അന്ന് മാത്രമായിട്ടുള്ളത്. അപ്പം എനിക്ക് ഞങ്ങളുടെ വീട്ടിലും എൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ആദ്യം കിട്ടിയാണ് എല്ലാവരും സപ്ലിമെൻ്റാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പച്ചനെ കാണാൻ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോകണമെങ്കിൽ അതിനുവേണ്ടിയെല്ലാം ഒരുങ്ങിയിട്ട് പേപ്പർ വന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നൂറോമ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും അത് ചിലപ്പം ഒരു കിലോമീറ്ററൊക്കെ അങ്ങോട്ട് പോയിട്ട് അപ്പച്ചനെ കണ്ട് പേപ്പർ മേടിച്ച് വായിക്കുന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് കോളേജ് ലൈഫ്, അതായത് ഞാനൊരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ്. എക്സാക്ട്ലി ഞാൻ മറന്നുപോയി അപ്പച്ചൻ എന്നാണ് മരിച്ചതെന്ന്. അപ്പച്ചനൊരു വലിയ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അപ്പച്ചൻ കറുകച്ചാലിൽ ഈ പേപ്പർ രാവിലെ എടുത്തുകൊണ്ട് അപ്പച്ചൻ കറുകച്ചാലിൽ ഇങ്ങോട്ട് പോരുമ്പോൾ അവിടെ നെടുങ്കുന്നം സൈഡിലുള്ള ഒരു ജീപ്പാണ് വന്ന് അപ്പച്ചനെ ഇടിച്ച് അപ്പച്ചൻ അവിടെ തന്നെ വീണ് മരിക്കുകയായിരുന്നു ഉണ്ടായത്. അപ്പച്ചനൊക്കെ അന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലെ, അതുപോലെ ഞങ്ങളെ പിള്ളേരായിട്ടുള്ള എല്ലാവർക്കും വായിക്കാനായിട്ട് ഈ പേപ്പറുകളൊക്കെ വീട്ടിലെത്തിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ചിന്തിച്ചാൽ അതിൻ്റെ റിലവൻസ് ഒന്നും മനസ്സിലായാലോ. പക്ഷേ ഞങ്ങളൊക്കെ അത് മാത്രമാണ്. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ന്യൂസ് കിട്ടണമെങ്കിൽ വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ റേഡിയോ പോലും ഉള്ളൂ. റേഡിയോയിൽ തന്നെ അത് ന്യൂസ് വരുന്ന പ്രത്യേക ടൈമുകൾ മാത്രം, അതിനുവേണ്ടി നോക്കിയിരിക്കണം. പക്ഷേ ഈ പേപ്പറായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊക്കെ വിജ്ഞാനം പകരാൻ, ലോകത്തിലെ വിവരങ്ങൾ അറിയാനായിട്ടൊക്കെയുള്ള ഏക മാർഗം അതായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത വലിയ ഒരു സേവനം, അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ജീവിതമാർഗമായിട്ടും കുടുംബത്തെ മുന്നോട്ട് നയിക്കാനും ഒക്കെയാണ് ചെയ്തതെങ്കിൽ അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും അദ്ദേഹം ചെയ്ത വലിയൊരു സേവനം ഇപ്പോഴും ഓർക്കാതിരിക്കാനൊക്കെയല്ല. അപ്പച്ചനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം തീർച്ചയായിട്ടും
വളരെ അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാ മക്കളും നല്ല 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 രീതിയിൽ ഉയരങ്ങളിലെത്തുവാൻ സാധിച്ചു. അതൊക്കെ അതിൻ്റെ പിന്നാലെ അപ്പച്ചൻ്റെ ആ കഠിനമായ പ്രയത്നമുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ അപ്പച്ചനെ ഓർക്കുവാനായിട്ട് സെന്നി മുഖാന്തരം ഇങ്ങനൊരു അവസരം ഉണ്ടായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു. ബാബു, ഒരു കാര്യം ചോദിച്ചാലേ, ആ അപ്പച്ചൻ്റെ വീട്ടുപേര് ഓർമ്മയുണ്ടോ? ആ അപ്പച്ചൻ്റെ വീട്ടുപേര് തീർച്ചയായിട്ടും ചവണിക്കാമണ്ണിൽ. ചവണിക്കാമണ്ണിൽ. അദ്ദേഹം എവിടെയായിരുന്നു വീടെന്ന്? അദ്ദേഹത്തിൻ്റെ വീട് അത് പറയേണ്ട കാര്യമാണ് കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ വീട് നെടുങ്കുന്നം നൂറോമാവ് റോഡിൽ വെള്ളിയാമാവ് എന്ന് പറയുന്ന സ്ഥലത്തിന് ശേഷം അവിടുന്ന് സ്വല്പം മുൻപോട്ടാണ് അദ്ദേഹം. അവിടുന്ന് അവിടുന്നൊക്കെ വീട് വിറ്റ് കറുകച്ചാലിൽ പോയി വീട് വാങ്ങി. കറുകച്ചാൽ നമ്മുടെ നെത്തല്ലൂരിനടുത്ത് വീട് വാങ്ങിയതിന് ശേഷമാണ് അപ്പച്ചൻ മരിച്ചത് കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാം, ആ സ്ഥലത്തിന്, ആ അപ്പച്ചൻ ജീവിച്ചിരുന്ന ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ഉണ്ണിപ്പടി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ശരി. അത് നെടുങ്കുന്നം നൂറോമാവ് റോഡിൽ വെള്ളിയാമാവ് കഴിഞ്ഞ അടുത്ത ജംഗ്ഷൻ ഉണ്ണിപ്പടി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ സ്കിന്നായിട്ട് ഒരു കാര്യം ഓർക്കണം, ഡെയിലി നമ്മളൊക്കെ ഇപ്പം ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന, സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു. അദ്ദേഹം ഡെയിലി എനിക്ക് തോന്നുന്നു മിനിമം രാവിലെ 3 മണി തൊട്ട് ഒരു 10 മണി വരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ എത്ര മണിക്കൂറായി സൈക്ലിംഗ് ചെയ്യുന്നത്. അത് നമ്മുടെ അന്നത്തെ അവിടുത്തെ റോഡുകളൊക്കെ തന്നെയല്ല, ചവിട്ടി മുന്നോട്ട് അവിടത്തെ കയറ്റമൊക്കെ അതൊക്കെ എല്ലാം അപ്പച്ചൻ ഡെയിലി. അപ്പച്ചന്റെ മനോരമയുണ്ട്, ദീപികയുണ്ട്, മാതൃഭൂമിയുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാ പത്രങ്ങളുടെ ഏജൻസി ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ അന്ന് വനിതയൊന്നുമില്ല, ബാലരമ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. അദ്ദേഹത്തെ എന്റെ ഓർമ്മയുണ്ട്. വീടുകളിൽ വീട്ടിൽ വരുമായിരുന്നു, അമ്മയായിട്ടൊക്കെ സംസാരിക്കാൻ, അമ്മ കാപ്പി കൊടുക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടിന്റെ അകത്ത് കയറത്തില്ല, വാതൊക്കെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില പ്രത്യേക വീടുകളിൽ ചെല്ലുമ്പോൾ അപ്പച്ചന് ദാഹം ഉണ്ടെങ്കിൽ അപ്പച്ചൻ ചോദിച്ചു. ഞങ്ങളുടെ വീട്ടിൽ അവിടെ വരുമ്പോൾ അമ്മച്ചിയെ വിളിച്ചിട്ട്, മോളെ എനിക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി തീർച്ചയായിട്ടും, അപ്പച്ചന് സമയമില്ലെന്നറിയാം എങ്കിലും ചായയൊക്കെ ഉണ്ടാക്കിയിരിക്കണം, 1.5 അതെ അതെ. വീടുകളിൽ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും. ആ കാലത്ത് ആ പേപ്പറിൽ നിന്നാണ് ആൾക്കാർ അപേക്ഷ അയക്കുന്നതും. അത് സത്യത്തിൽ അത് നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രമാത്രം അഫക്ട് ചെയ്തെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കെയല്ല. പക്ഷെ അത് ഇറ്റ് വാസ് എ റിയൽ ബിഗ് തിങ്. വളരെ പങ്ക്ച്വലായിട്ട്. താങ്ക് യു ബാബു, ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ. നമുക്ക് അടുത്തൊരിലെത്തി അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട്. ആ മകൻ എന്താണ് ഒരു പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞു? അദ്ദേഹത്തിന്റെ 2ാമത്തെ മകൻ. അദ്ദേഹം അതിനുശേഷം അപ്പച്ചന്റെ വലിയൊരു ആഗ്രഹം അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ആക്കണമെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അഡ്വക്കേറ്റ് ആകണമെന്നായിരുന്നു. പക്ഷേ അപ്പച്ചന് അത് ഇഷ്ടമില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പച്ചൻ പറയുന്ന അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ കള്ളമൊക്കെ പറയേണ്ടി വരും, അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം അതിനുശേഷം MA കഴിഞ്ഞു. MA ഹിസ്റ്ററി ആയിരുന്നു അദ്ദേഹത്തിന്. അതിനുശേഷം അദ്ദേഹത്തിന് CMS കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി. അദ്ദേഹത്തിന് ശേഷം PhD എടുത്തു. പേരെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പേര് ഐസക്. ലാസ്റ്റ് നെയിം ചവണിക്കാമണ്ണിൽ കിട്ടിയവരെ ഹിസ്റ്ററി ആയിരുന്നു. അദ്ദേഹം അവിടുന്ന് CMS കോളേജിൽ നിന്ന് ഹിസ്റ്ററിയുടെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കറണ്ട് ഗവൺമെൻറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനുണ്ട്. ഹിസ്റ്റോറിക്കൽ ഒരു പബ്ലിക്കേഷനുള്ള ഒരു ഓർഗനൈസേഷൻ്റെ പുള്ളി ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സാക്ട്ലി പേര് മറന്നുപോയി. എന്നാൽ ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഈ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം അദ്ദേഹത്തെ പത്മശ്രീ നൽകി നമ്മുടെ രാജ്യം ബഹുമാനിച്ചു എന്നുള്ള കാര്യം ഒരു വലിയ സംഭവമാണ്. അദ്ദേഹം അത് പല പ്രാവശ്യം അദ്ദേഹത്തിന് അവിടെ ഇവിടെയൊക്കെ ഫെസിലിറ്റേഷനൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ അപ്പച്ചൻ ചെയ്ത അവർക്ക് വേണ്ടി ചെയ്ത കഷ്ടപ്പാട്, ത്യാഗപൂർണമായ ജീവിതത്തെപ്പറ്റി പലയിടത്തും ഓർത്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ചവണിക്കാമണ്ണിലെ കുടുംബത്തിലാണ്ട് ഞങ്ങളുടെ ചവണിക്കാമണ്ണിൽ കുടുംബയോഗം അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ ഒരു ആശംസകളൊക്കെ അർപ്പിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ ബ്രദർ അഡ്വക്കേറ്റായി, അദ്ദേഹത്തിൻ്റെ വൈഫ് അഡ്വക്കേറ്റാണ്. എനിക്കൊന്ന് ഹൈക്കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. താങ്ക് യു ബാബു, ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്തതിൽ. അടുത്തൊരു അവസരത്തിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.